ആദ്യത്തെ ക്വസ്റ്റ്യൻ, സീറ്റെയിൻ നമ്പർ ഏതു തരം ഇന്ധനവുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്? സീറ്റെയിൻ നമ്പർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഡീസൽ എഞ്ചിനുമായി ബന്ധപ്പെട്ടതാണ് സീറ്റെയിൻ നമ്പർ ഡീസൽ എഞ്ചിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 4 സിലിണ്ടർ ഉള്ള ഡീസൽ എഞ്ചിനിന്റെ ഫയറിംഗ് ഓർഡർ എങ്ങനെയാണ്? 4 സിലിണ്ടർ ഉള്ള ഡീസൽ എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ. ഓപ്ഷൻ എ ആണ് ആൻസർ. 1, 3, 4, 2 അങ്ങനെയാണ് ഫയറിംഗ് ഓർഡർ ഇതിനകത്ത് വരുന്നത്. അന്നേരം ഫയറിംഗ് ഓർഡർ 1, 3, 4, 2. അടുത്തത്, താഴെ പറയുന്നവയിൽ മോട്ടോർ വെഹിക്കിൾ അല്ലാത്തത് ഏതാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ആ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. മോട്ടോർ വെഹിക്കിൾ അല്ലാത്തത് ട്രെയിൻ ആണ്. ട്രെയിൻ മോട്ടോർ വെഹിക്കിൾ വിഭാഗത്തിൽ പെടുന്നതല്ല. അടുത്ത ക്വസ്റ്റ്യൻ, വാഹനത്തിൽ ആൾട്ടർനേറ്ററുടെ ഉപയോഗം. അതും നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയാണ്. അതിന്റെ ഫോട്ടോ ഒക്കെ നമ്മൾ കാണിച്ചിരുന്നു. ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയാണ് ആൾട്ടർനേറ്റർ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്പാർക്ക് പ്ലഗിന്റെ ഗ്യാപ്പ് അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സ്പാർക്ക് പ്ലഗിന്റെ ഗ്യാപ്പ് അളക്കുവാൻ അത് ഫീലർ ഗേജ് ആണ്. അതിന്റെ ആൻസർ ഫീലർ ഗേജ് ആണ്. നമുക്ക് അതിന്റെ ഫോട്ടോ കാണാം. ഫീലർ ഗേജിന്റെ ഫോട്ടോ നമുക്കൊന്ന് കാണാം. ഇതാണ് ഫീലർ ഗേജ് എന്ന് പറയുന്നത്. ഫീലർ ഗേജ് ഈസ് എ ടൂൾ യൂസ്ഡ് ടു മെഷർ ഗ്യാപ്പ് വിഡ്ത്ത്. അതായത് ഗ്യാപ്പ് വിഡ്ത്ത് അളക്കുന്നതിനുള്ള ഉപകരണമാണ് ഫീലർ ഗേജ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വാഹനം വളവ് തിരിയുമ്പോൾ ചക്രങ്ങൾക്ക് വ്യത്യസ്ത വേഗത ക്രമീകരിക്കുന്ന സംവിധാനം. അന്നേരം ഇത് തെറ്റിപ്പോകരുത്. ചക്രങ്ങൾക്ക് വേഗത ക്രമീകരിക്കുന്ന സംവിധാനം ഡിഫറൻഷ്യൽ ആണ് വേഗത ക്രമീകരിക്കുന്ന സിസ്റ്റം പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹസാർഡ് വാർണിംഗ് ലൈറ്റ്, അതായത് എമർജൻസി വാർണിംഗ് ലൈറ്റ് ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നത്? അന്നേരം നമ്മൾ ഈ ഓപ്ഷൻ വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതിന്റെ ആൻസർ തന്റെ വാഹനം അപകടത്തിലാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അതായത് നമ്മുടെ വാഹനം അപകടത്തിലാണ്, എന്തെങ്കിലും നമുക്ക് എമർജൻസി ആയിട്ട് പോകാൻ വേണ്ടിയാണ് നിയമപരമായി ഇത് ഉപയോഗിക്കുന്നത്. അടുത്തത്, റോഡ് അപകടത്തിൽ പെടുന്നവരുടെ ജീവൻ രക്ഷിക്കാൻ അപകടം നടന്നതിന് ശേഷം ശരിയായ വൈദ്യസഹായം നൽകേണ്ട ആദ്യത്തെ 1 മണിക്കൂർ സമയത്തിന് പറയുന്ന പേര് എന്താണ്? അതായത് ഫസ്റ്റ് നമ്മൾ അപകടം കഴിഞ്ഞാൽ ആദ്യമുള്ള 1 മണിക്കൂർ, അതാണ് ആൻസർ. ഗോൾഡൻ അവർ ആണ് ആദ്യത്തെ 1 മണിക്കൂർ. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന ട്രാഫിക് സൈൻ എന്തിനെ സൂചിപ്പിച്ചിരിക്കുന്നു? നമുക്കറിയാം, വാഹനം നിർത്തുക. അതേ ഉള്ളൂ. ഇത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. വാഹനം നിർത്തുക. അടുത്തത്, ഒരു വാഹനത്തിന്റെ റേഡിയേറ്ററിൽ ഓയിലിന്റെ സാന്നിധ്യം കണ്ടാൽ, നമ്മൾ റേഡിയേറ്ററിൽ ഓയിലിന്റെ പ്രസൻസ് കണ്ടാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതിന്റെ ആൻസർ ഹെഡ് ഗ്ലാസ്കറ്റ് തകരാറാണ്. ഈ ഹെഡ് ഗ്ലാസ്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് അതിന്റെ ഫോട്ടോ ഒന്ന് കാണാം. ഹെഡ് ഗ്ലാസ്കറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഹെഡ് ഗ്ലാസ്കറ്റ് എന്ന് പറയുന്നത്. അന്നേരം ഇത് തകരാറിലാകുമ്പോഴാണ് റേഡിയേറ്ററിൽ എന്ത് ചെയ്യുന്നത്? എഞ്ചിൻ ഓയിലിന്റെ പ്രസൻസ് അറിയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 1500 cc താഴെയുള്ള മോട്ടോർ ക്യാബിന് നിലവിലെ വാടക എത്രയാണ്? അതായത് വാഹനം റെന്റിന് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഇതിന്റെ വാടക എത്ര എന്നാണ് ചോദ്യം. 5 കിലോമീറ്റർ വരെ പോകുന്നതിന് 200 രൂപയാണ്. 5 കിലോമീറ്റർ വരെ പോകുന്നതിന് 200 രൂപയാണ് നിയമപരമായിട്ടുള്ള വാടക. അടുത്തത്, വാഹനം റോഡിൽ മുന്നോട്ട് നീങ്ങുന്നത് വാഹനത്തിന്റെ ടയറും റോഡും തമ്മിൽ ഏതുതരം ബലം പ്രവർത്തിക്കുന്നത് മൂലമാണ്? അതൊരു ഫിസിക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഫ്രിക്ഷൻ ആണ്. അതിന്റെ ആൻസർ നമുക്കറിയാം. ഫ്രിക്ഷൻ ആണ് ഇതിന്റെ കാരണം. അടുത്തത്, കോഷനറി സൈൻ ബോർഡുകളുടെ ആകൃതി എന്താണ്? കോഷനറി സൈൻ ബോർഡുകളുടെ ആകൃതി എന്താണ്? നമുക്ക് ജസ്റ്റ് ആ കോഷനറി സൈൻ ബോർഡ് ഒന്ന് നോക്കാം. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. കോഷനറി സൈൻ ബോർഡ് ഇതാണ്. അന്നേരം ഇതിന്റെ ഷേപ്പ് എന്താണ്? ട്രയാങ്കിൾ ഷേപ്പാണ് കോഷനറി സൈൻ ബോർഡ്. റെഡ് ആണ് ഇത് കളർ വരുന്നത്. റെഡ് കളറിനകത്താണ് വരുന്നത് കോഷനറി സൈൻ ബോർഡ്. ത്രികോണത്തിലാണ്. അടുത്തത്, വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന OBD സിസ്റ്റം. OBD എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? OBD എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നമുക്ക് നോക്കാം. OBD എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? OBD ഇതാ നോക്കിയാൽ. OBD എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ഓൺ ബോർഡ് ഡയഗ്നോസ്റ്റിക്. അതായത് ഇതിന്റെ ട്രാക്കിംഗ് സിസ്റ്റം. എ കമ്പ്യൂട്ടർ സിസ്റ്റം ഇൻസൈഡ് ഓഫ് എ വെഹിക്കിൾ ദാറ്റ് ട്രാക്ക് ആൻഡ് റെഗുലേറ്റ് എ കാർ പെർഫോമൻസ്. അതായത് പുതിയ വണ്ടിക്കൊക്കെ
പുതിയ സിസ്റ്റത്തിലുള്ള വാഹനമാണ്. അതായത് ഒരു കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്ത് ആ വാഹനം എവിടെയാണ്, അല്ലെങ്കിൽ ആ വാഹനത്തിന് എന്തെങ്കിലും കംപ്ലൈന്റ്, അതേപോലെ തന്നെ വാഹനം നിയന്ത്രിക്കാൻ കഴിയും. അതാണ് OBD, ഓൺ ബോർഡ് ഡയഗ്നോസ്റ്റിക്. അതിന്റെ ആൻസർ നോക്കാം. ഓൺ ബോർഡ് ഡയഗ്നോസ്റ്റിക് സിസ്റ്റം. ഓക്കെ, അത് മറന്നു പോരുത്. OBD എന്നാൽ ഓൺ ബോർഡ് ഡയഗ്നോസ്റ്റിക്. അതായത് ഒരു കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യുന്നു. പുതിയ തരത്തിലുള്ള വാഹനങ്ങളെല്ലാം അങ്ങനെയാണ്. അടുത്തത് ഡിഫൻസീവ് ഡ്രൈവിംഗ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഡിഫൻസീവ് ഡ്രൈവിംഗ് എന്നാൽ എന്താണ്? അതായത് മറ്റുള്ളവർ നിയമം ലംഘിക്കും എന്ന് മുൻകൂട്ടി കണ്ട് എന്ത് ചെയ്യുക, നമ്മൾ വാഹനം ഓടിക്കുക. അതായത് നമ്മുടെ എതിരെ വരുന്നവരും നമ്മുടെ കൂടെ പോകുന്നവരും നിയമം ലംഘിച്ചാണ് വണ്ടി ഓടിക്കുന്നത് എന്ന് എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിൽ കരുതിയിട്ട് നമ്മുടെ വാഹനം അവയിൽ നിന്നും സുരക്ഷിതമായ രീതിയിൽ വണ്ടി ഓടിക്കുക. അടുത്തത് BS4 വാഹനങ്ങൾക്ക് പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. ഇതിന്റെ കാലാവധി 12 മാസമാണ്. അതായത് നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. BS6 വാഹനങ്ങളുടെ BS4 വാഹനങ്ങളുടെ BS4 വാഹനങ്ങളുടെ സർട്ടിഫിക്കറ്റ്, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് 1 ഇയർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ദ കേരള ഹൈക്കോർട്ട് ഹെൽഡ് വെഹിക്കിൾ അണ്ടർ BS4, BS6 കാറ്റഗറി പീരീഡ് 12 months, അതായത് 12 അണ്ടർ കൺട്രോൾ. അത് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു, നമുക്കറിയില്ല. സർട്ടിഫിക്കറ്റ് ഷുഡ് ബി എ പീരീഡ് ഓഫ് 12 months. അതായത് നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. 1 വർഷത്തേക്കാണ് ഇതിന്റെ കാലാവധി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇത് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. അടുത്തത് ABS എന്നാൽ എന്ത്? നമ്മൾ വണ്ടിയുടെയൊക്കെ പുറകിൽ എഴുതി വെച്ചിട്ടുണ്ട്. ABS ആണ്, അതായത് ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം. അതായത് ഈ ബ്രേക്ക് എന്ന് പറയുന്നത്, നമ്മൾ മഴയത്ത് വണ്ടി ഓടിച്ചു പോകുമ്പോൾ ബ്രേക്ക് ചെയ്താൽ വണ്ടി സ്ലിപ്പായി പോകരുത്, അതിനുവേണ്ടിയാണ് ABS. ഇതിനകത്ത് പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ABS സിസ്റ്റം. അതാണ് കാറുകൾ അല്ലെങ്കിൽ ലാൻഡ് ഉപയോഗിക്കുന്ന സുരക്ഷാ ആന്റി സ്കിഡ് ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഈ സാധനം. അതായത് സ്കിഡ് ചെയ്ത് പോകരുത്, സ്ലിപ്പായി പോകരുത്. അതിനാണ് പ്രധാനമായിട്ടും ഈ ABS സിസ്റ്റം ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മോട്ടോർ വാഹന നിയമത്തിലെ ഏതു സെക്ഷൻ ഏത് പ്രകാരമാണ് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസിന്റെ അയോഗ്യത? അതായത് ലൈസൻസ് കട്ട് ചെയ്യാൻ ഏത് നിയമപ്രകാരമാണ്? സെക്ഷൻ 19 ആണ് സെക്ഷൻ. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഡ്രൈവിംഗ് ലൈസൻസ്, അതായത് MED ആക്ട് സെക്ഷൻ 19 പ്രകാരമാണ് ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കുന്നത്. അത് നമുക്ക് ജസ്റ്റ് സെക്ഷൻ നോക്കാം. മോട്ടോർ വെഹിക്കിൾ MED ആക്ട് 90. പവർ ഓഫ് ലൈസൻസിങ് അതോറിറ്റി ടു ഡിസ്ക്വാളിഫൈ ഫ്രം ഹോൾഡിംഗ് എ ഡ്രൈവിംഗ് ലൈസൻസ് ഓർ റിവോക്ക് സച്ച് എ ലൈസൻസ്. അതായത് ഡ്രൈവിംഗ് ലൈസൻസ് ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയെ എന്ത് ചെയ്യാം, ഡിസ്ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അത് 19 ആണ്. 19 വയസ്സ് അല്ലെങ്കിൽ 19 ആലോചിക്കാം. അടുത്തത് വാഹനത്തിന്റെ RPM റൊട്ടേഷൻ പെർ മിനിറ്റ് അളക്കുന്ന ഉപകരണം എന്താണ്? ടാക്കോമീറ്റർ ആണ്. ഇത് ടാക്കോമീറ്റർ എന്താണ് നമുക്ക് നോക്കാം. ജസ്റ്റ് ചെറിയൊരു മിഷൻ ആണ് ടാക്കോമീറ്റർ. RPM അളക്കുന്ന ഉപകരണമാണ് ഈ കാണുന്നതാണ് ടാക്കോമീറ്റർ. റൊട്ടേഷൻ പെർ മിനിറ്റ്, RPMന്റെ ഫുള്ള് ചോദിക്കുകയാണെങ്കിൽ റൊട്ടേഷൻസ് പെർ മിനിറ്റ്. ഇതാണ്. എന്നിട്ട് നമുക്ക് അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, ഈ ട്രാഫിക് സൈൻ, അതായത് താഴെ കൊടുത്തിരിക്കുന്നത് എന്തിനെ സൂചിപ്പിച്ചിരിക്കുന്നു? അന്നേരം ഇത് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തതാണ്. കാരണം ഇതൊരു കംപ്ലീഷൻ അല്ല, അതായത് പൂർണ്ണമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. അടുത്തത് റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി RTA ചെയർമാൻ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. RTA റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി ജില്ലാ കളക്ടറാണ് കേട്ടോ. ജില്ലാ കളക്ടറാണ് ഇതിന്റെ അതോറിറ്റി ചെയർമാൻ. അടുത്തത്, ഒരു ട്രാക്ടറിൽ, അത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ട്രാക്ടറിൽ ഡ്രൈവറെ കൂടാതെ യാത്ര ചെയ്യാൻ പറ്റില്ല. ഡ്രൈവർ മാത്രമാണ്, ആർക്കും അനുവാദമില്ല, ഡ്രൈവർക്ക് മാത്രമാണ് അതിൽ അനുവാദം ഉള്ളത്. അടുത്തത്, ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഏത് പ്രായം തൊട്ടുള്ള യാത്രക്കാർക്ക് നിർബന്ധമായും ഹെൽമറ്റ് ധരിക്കേണ്ടത്? അതായത് നമുക്കറിയാം ലേറ്റസ്റ്റ് ആയിട്ട് ഓട്ടോമാറ്റിക് ക്യാമറകൾ വന്നു, AI ക്യാമറകൾ വന്നപ്പം 4 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ യാത്ര ചെയ്യുമ്പോൾ നിർബന്ധമായും എന്ത് ചെയ്യണം, ഹെൽമറ്റ് ധരിച്ചിരിക്കണം. അടുത്തത്, വാഹനത്തിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ, അതായത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഫ്രണ്ടിൽ കാണുന്ന ഡിസ്പ്ലേ, ഈ സിഗ്നൽ തെളിഞ്ഞു കിടക്കുന്നു, ബ്ലിങ്ക് ചെയ്യുന്നു, എന്തിനെ സൂചിപ്പിച്ചിരിക്കുന്നു? അതായത് ഒരു എഞ്ചിന്റെ ഫോട്ടോ ആണ്. അന്നേരം എഞ്ചിൻ ചെക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. എഞ്ചിൻ ചെക്ക് ചെയ്യുക. അടുത്തത്, സലൂൺ ടൈപ്പ് ബോഡി ഏത് തരം വാഹനങ്ങൾക്കാണുള്ളത്? സലൂൺ ടൈപ്പ്. ഈ സലൂൺ ടൈപ്പ് നമ്മൾ ഒരുപാട് കേട്ട് വളരെ റെയർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സലൂൺ ടൈപ്പ് സ്റ്റേജ് ഗ്യാരേജ് ആണ്. അതായത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ സലൂൺ ടൈപ്പ് ബോഡി അതിനകത്തുണ്ട്. സലൂൺ ടൈപ്പ് ബോഡി വെഹിക്കിൾ, എ ടൈപ്പ് ഓഫ് കാർ വിത്ത് എ ബൂട്ട് ലിഡ് ദാറ്റ് ബിലോ ദ ബാക്ക് വിൻഡോ. ഈ ടൈപ്പ് ഒക്കെയാണ് സലൂൺ ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ